ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു ഹാളിൽ നമ്മൾ ഈ ഓർഡിനറി ക്ലോസറ്റ് നമ്മൾ ഉള്ളിൽ വെച്ചിട്ട് ലിങ്ക് ചെയ്തിട്ട് നമ്മൾ ഒന്നായിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ടെക്നിക്കലായിട്ടുള്ള വശങ്ങളൊക്കെ ഒരുപോലെയാണ് എങ്കിലും കൂടി ഇതിൻ്റെ പ്രാക്ടിക്കലായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരിക്കും. ഓരോ ആളുകളും ഓരോരോ രീതിയിലായിരിക്കും ഇത് സെറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഫസ്റ്റിൽ ഇവിടേക്കാണ് സ്ലോപ്പ് വരുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ട്രാപ്പ് സെറ്റ് ചെയ്യേണ്ടത്. ഇവിടുന്ന് ആ എൻഡിലേക്ക് നമ്മൾ നൂല് വാട്ടർ ലെവൽ പിടിച്ചിട്ട് നമ്മൾ ഹൈറ്റ് റെഡിയാക്കുകയാണ് ചെയ്യുക. ഇത് നമ്മൾ ഫസ്റ്റ് ടൈമിൽ ചെയ്ത് പാളിപ്പോയ ഒരു കാര്യമാണ്. കാരണം നമ്മൾ വൈ ഇട്ടതിന് ശേഷമാണ് ചെയ്തിരുന്നത്. വൈയിൽ നിന്നും നേരെ വെള്ളം ട്രാപ്പിലേക്ക് നമ്മൾ മറ്റൊരു ട്രാപ്പിലേക്ക് ഒട്ടിക്കുന്ന സമയത്ത് അതിലേക്ക് വെള്ളം കയറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് ഇപ്പോൾ ഇതുപോലെ 245 ഒരു ട്രാപ്പിൽ സെറ്റ് ചെയ്തിട്ട് ഒരു ഹെഡ്ജ് അവിടെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ രണ്ടാമത് നമ്മൾ ഇവിടെ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ലോസറ്റിൽ വെള്ളം ഒഴിക്കും, മറ്റുള്ള ഒരു ക്ലോസറ്റിലേക്ക് വെള്ളം കയറുന്ന ഒരു രീതിയാണ് സാധാരണ ഓർഡിനറി ക്ലോസറ്റ് നമ്മൾ ബാത്റൂമിൻ്റെ അകത്ത് വെച്ച് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ സംഭവിക്കുക. അപ്പോൾ അത് നമ്മൾ മാറ്റുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ നമ്മൾ 245 നമ്മൾ ഇട്ടിട്ട് ഇതിനെ ഒരു 90 ഡിഗ്രിയിലേക്ക് മാറ്റിയിട്ട് ഒരു എഡ്ജ് പോലെ ചെയ്യുന്നതാണ്. ഇതാണ് നമ്മൾ സെൻറ്ററിൽ നൂല് കെട്ടിയിട്ടാണ് നമ്മൾ ഏകദേശം 8 മീറ്ററാണ് ഇതിന് നീളമുള്ളത്. 8 മീറ്റർ നമ്മൾ ഏകദേശം 5 സെൻറ്റിമീറ്റർ 4-5 സെൻറ്റിമീറ്ററാണ് നമ്മൾ ഇതിന് സ്ലോപ്പ് വെച്ചത്. ഇതിന് നമ്മൾ പിന്നെ വോളൊന്നും വരുന്നില്ല. വോളൊക്കെ നമുക്കൊരു സിമെൻറ്റ് വോളാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വോളിൻ്റെ അളവും എല്ലാ കാര്യങ്ങളും നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ നമ്മൾ തന്നെ സ്വയം ചെയ്യേണ്ടതാണ്. നമ്മളുടെ അളന്ന് നൂലൊക്കെ കെട്ടി വളരെ ഷാർപ്പായിട്ട് ചെയ്യണം. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് പൈസയുടെ ലാഭവും പണിയുടെ ലാഭവും ഒക്കെ ഉണ്ടായിരിക്കും. പ്ലംബിങ്ങിൽ കുറച്ച് റിസ്ക്കാണ് എങ്കിലും കൂടി. ഇതിപ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ 2 ഫിറ്റിങ്സ് ഒരേ ടൈമിൽ ഒട്ടിക്കണം. കാരണം ഈ വൈ വെക്കുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ചെരിവ് മറ്റുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. ആ സമയത്ത് നമ്മൾ ട്രാപ്പ് വളരെ കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ട്രാപ്പിൻ്റെ ലെവലും ഇതിൽ നിന്ന് ഫിറ്റിങ്സിൽ നിന്നൊക്കെ മാറുന്നതാണ്. ട്രാപ്പ് എല്ലാ കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് നൂലിലാണ് നമ്മൾ പിന്നെ അറസ്റ്റ് ചെയ്യുക. ബാക്ക് സൈഡിലും എല്ലാ ഭാഗത്തും നൂലുണ്ട്. ഇത് നമ്മൾ ഈ പൈപ്പ് നൂല് കെട്ടി ചെയ്യുന്ന സമയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈപ്പിന് ബെൻഡ് ഉണ്ട് എങ്കിൽ നമുക്കത് റെഡിയാക്കാൻ സാധിക്കും. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിനിത് പൈപ്പ് വെയിൽ കൊണ്ടിട്ട് ചൂടായതായിരുന്നു. അപ്പോൾ ആ സ്ഥലത്ത് നമ്മൾ കല്ല് വെച്ചിട്ട് പൊന്തിക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മളെല്ലാം പിന്നെ ട്രാപ്പും വെക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ ചെക്ക് ചെയ്യും. ഇതിപ്പോൾ ഒരു ബക്കറ്റിൽ വെള്ളം നമ്മൾ ഒന്നായിട്ട് നമ്മൾ നല്ല സ്പീഡായിട്ട് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു രീതിയാണ്. ഇനി മറ്റുള്ള ട്രാപ്പിലേക്ക് വെള്ളം കയറുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പെട്ടെന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ വർക്കിലും നമ്മൾ വളരെയേറെ ഷാർപ്പായിട്ട് ശ്രദ്ധിക്കണം. എന്നിരുന്നാൽ മാത്രം ഈ ഓർഡിനറി ക്ലോസറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ റിസ്ക്കാണ് ഓർഡിനറി ക്ലോസറ്റ് വെക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് 2 നമ്മൾ ഒരേ സമയത്ത് ഒരേ ലെവലിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു സ്ഥലത്തേക്ക് വെള്ളം കയറാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ക്ലോസറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്തും. കാരണം നമ്മൾ ട്രാപ്പിലേക്ക് കറക്റ്റായിട്ടുള്ള പൈപ്പായിരിക്കണം ഇറക്കേണ്ടത്. കാരണം ഒരിക്കലും PVC പൈപ്പ് OWC ക്ലോസറ്റിലേക്ക് ഇറങ്ങാൻ സാധ്യത ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചൂടാക്കി വെക്കുന്ന സമയത്ത് പല സ്ഥലത്തും പല അളവിലായിരിക്കും നിൽക്കുക. അപ്പോൾ അങ്ങനെയുള്ള പല അളവുകളും നമ്മളൊക്കെ പിന്നെ ക്ലോസറ്റുകളൊക്കെ ഒരേ വാട്ടർ ലൈനിൽ ഒരേ വാട്ടർ ലെവലിലാണ് വരേണ്ടത്. ഒരു ഫ്ലോർ ഒരേ ലെവലിലായതുകൊണ്ട് തന്നെ ഒരേ ലെവലിൽ വരണം. അപ്പോൾ നമ്മൾ അടിയിലേക്ക് ഇറങ്ങേണ്ടതും ഇതിൻ്റെ ക്ലോസറ്റിലേക്ക് കയറേണ്ടതും ചെറിയ വ്യത്യാസമൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ വളരെ ഷാർപ്പായിട്ട് ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്തിട്ടില്ല എങ്കിൽ ഈ പശ തേക്കുന്ന സമയത്ത് എന്താ സംഭവിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പൈപ്പ് അടിയിലേക്ക് ഇറങ്ങി കൊടുക്കും. ട്രാപ്പിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോകാനുള്ള സാധ്യത. നമ്മൾ കുറച്ച് പൊന്തിച്ച് വെക്കാമെന്ന് വിചാരിച്ചാലും നടക്കില്ല. ഇതിൻ്റെ വെയിറ്റ് കാരണം ഇത് താഴത്തേക്ക് ഇറങ്ങിപ്പോകും. ഇത് നമ്മൾ ട്രാപ്പ് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിവാക്കി കാണിക്കാൻ വേണ്ടി ട്രാപ്പ് ചെരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താ സംഭവിക്കുക എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വെള്ളം ഞാൻ കുറച്ച് ഒഴിവാക്കി വെച്ചതാണ്. ഇതുപോലെ ഈ ട്രാപ്പിൻ്റെ സ്പിറ്റ് ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം ഒരിക്കലും ഒരു ഹോള് കാണത്തക്ക വിധം നിൽക്കാൻ പാടില്ല. ഹോള് കണ്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ട്രാപ്പ് ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ വേണ്ടി ഒരു ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇതുപോലെ വെള്ളം ഗ്യാപ്പിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് ചെരിവാണെന്നുള്ളത്. ഇപ്പോൾ ഇതിലേക്ക് വെള്ളം നമ്മൾ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഹോൾസ് ഫില്ലായിട്ട് നിൽക്കണം. ആ ഫില്ലായിട്ട് നിന്നിട്ടില്ല എങ്കിൽ ഇതിനുള്ളിൽ കൂടെ കൊതുകൊക്കെ നമ്മൾ ബാത്റൂമിൻ്റെ ഉള്ളിലേക്കും മറ്റൊക്കെ വരാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു വർക്ക് എടുക്കുന്നതിനുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. പുതിയ കാലത്ത് നമ്മൾ ഒരുപാട് മെറ്റീരിയൽസിനൊക്കെ വില കൂടുതലുള്ള സമയത്ത് നമ്മൾ ഒരുപാട് ബാത്റൂമുകളൊക്കെ 7 ബാത്റൂമാണ് ഒരു ലൈനിൽ വരുന്നത്. അങ്ങനെ ഏകദേശം 40 ബാത്റൂമോളം നമുക്കിവിടെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനും ഇടക്കെട്ട് അതുപോലെ തന്നെ എല്ലാ പിന്നെ വാളുകളും ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വർക്ക് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടാണ്.
അപ്പോൾ ഇത് നമ്മളാണ് ഇപ്പോൾ ഇതിൻ്റെ വർക്ക് മൊത്തം ക്ലിയർ ചെയ്യുന്നത്. ഇത് ക്ലോസറ്റിൻ്റെ ഫിറ്റിംഗ് ആണ്. ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, നേരത്തെ നിങ്ങൾ കാണിച്ചെന്നാണ്. നമ്മൾ 3 ആൾക്കാർ ഇത്രയും റിസ്ക് എടുത്ത് നമ്മൾ ഈ അളവ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കറക്റ്റ് കണ്ണിങ് ആയിരിക്കണം വർക്ക്. അതുകൊണ്ടാണ് ഇത്രയും ടൈറ്റ് ചെയ്ത് ഇറക്കുന്നത്. തിരിച്ച് വലിച്ച് ഊരിയെടുക്കാനൊക്കെ പക്ഷേ ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും കൂടി വളരെ കൂളായിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കാണ്. അപ്പോൾ ഈ ഒരു വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ആവശ്യങ്ങളൊന്നും വരുന്നില്ല. ഒരുപാട് മെറ്റീരിയൽസിൻ്റെ കുറവ് വരും. അതുപോലെ തന്നെ പ്ലംബിങ് ചെയ്യാൻ വളരെ ഈസിയാണ്. വർക്കും കാര്യങ്ങളൊക്കെ വളരെ സില്ലി ആയിട്ട് ചെയ്യാൻ പറ്റും. കുറച്ച് മെഷർമെൻറ്റ് വളരെ ഷാർപ്പായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്ക് സൈഡ്, ഫ്രണ്ട് സൈഡ് എല്ലാ വോളുകളും നമ്മൾ കറക്റ്റായിട്ടും ലെവലായിട്ടും നമ്മളിതൊന്നും ഇല്ലാതെ നമ്മൾ ചെയ്യുക എന്നുണ്ടെങ്കിൽ വളരെയേറെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത് മാത്രം നോക്കി നമ്മൾ ക്ലിയർ ചെയ്താൽ മാത്രം മതി. വേറെ പ്രത്യേകിച്ച് ഒരു കാര്യവും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിനെക്കൊണ്ട് നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് ലാഭിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇനിയുള്ള കാലങ്ങളിലൊക്കെ നമ്മൾ കുറച്ച് റിസ്ക്കൊക്കെ എടുത്ത് ചെയ്തിട്ടില്ല എങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിടാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഐഡിയക്കും മറ്റുമൊക്കെ ശ്രദ്ധാപൂർവ്വം നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഇതിപ്പോൾ നമ്മളവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ക്ലോസറ്റ് വളരെ കറക്റ്റായിട്ടുള്ള അളവാണ്. നൂല് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാർപ്പായിരിക്കും. അതിനുശേഷം നമ്മൾ സ്പിറ്റ് ലെവൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതിയും മറ്റുമൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഇതുപോലെ ടെക്നിക്കലായിട്ട് നല്ല ഐഡിയപരമായിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത വീഡിയോയിൽ നിങ്ങൾ ഇൻഫോം ചെയ്യുക. നിങ്ങളുടെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.